ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഒരു നോട്ടിഫിക്കേഷൻ റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വേക്കൻസി പോസ്റ്റ് വിളിച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിന്റെ പോസ്റ്റാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിന്റെ പോസ്റ്റിലത്തേക്ക് വേണ്ടിയിട്ടാണ്. യുവർ കാൻഡിഡേറ്റ്സ് 13 വേക്കൻസി, SC കാൻഡിഡേറ്റ്സ് 5 വേക്കൻസി, ST 2 വേക്കൻസി, OBC 9 വേക്കൻസി, EWS 5 വേക്കൻസി, ടോട്ടലായിട്ട് 34 വേക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. എക്സ് സർവീസ് 4 വേക്കൻസീസ് വരുന്നുണ്ട്. പേ സ്കെയിൽ വരുന്നത് 5 ആണ്, ലെവൽ 5 ആണ്. 29,200 മുതൽ 92,300 വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള എക്സാംസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നോർമലി SSCയുടെ ബാങ്കിൻ്റെ ഇൻഷുറൻസിൻ്റെ എക്സാം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം പബ്ലിസിറ്റി കിട്ടുന്ന ഒരു എക്സാംസ് ആണ്, നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ നമ്മൾ വന്നുടനെ തന്നെ കുറേ പേരിൽ എത്തിപ്പെടും. പക്ഷേ ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷനൊന്നും അധികം ആൾക്കാർ അറിയാണ്ട് പോണ കുറച്ച് നോട്ടിഫിക്കേഷനാണ്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബെനിഫിറ്റ് കിട്ടും. സോ ഇത് നമുക്ക് 29th മെയ് മുതൽ എന്ത് ചെയ്യാൻ പറ്റും, അഡ്വർടൈസ്മെന്റ് ഡേറ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്കി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി മാത്രമാണ് ആവശ്യപ്പെടുന്നത്. അത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നായിരിക്കണം. മിനിമം 50% മാർക്ക് ഇൻ ദി ക്വാളിഫയിങ് ഡിഗ്രി. അതായത് ജസ്റ്റ് ഒരു ഡിഗ്രി മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അത് ഏത് സബ്ജക്റ്റ് ആണെന്ന് പോലും അവർ ആവശ്യപ്പെടുന്നില്ല. ഡിഗ്രി പാസ്സായിരിക്കണം, 50% മാർക്ക് എന്തായിരിക്കണം, നേടിയിരിക്കണം. ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അപ്പർ ഏജ് ലിമിറ്റ് 26 ഇയേഴ്സ് ആണ്. അപ്പം മാക്സിമം 26 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ദെൻ ഇത് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് പറയുന്നത്. പിന്നെ ഇതിൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ്, ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ വെബ്സൈറ്റ് ഉണ്ട്. സോ നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ വേണമെന്നുള്ള നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു ലിങ്കിൽ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്, അതൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇത് ഇൻസ്ട്രക്ഷൻസ് ആണ് പറയുന്നത്, ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് SC ST PWD എക്സ് സർവീസ്മെൻ ട്രാൻസ്ജെൻഡർ ആൻഡ് വുമണിന് 50 രൂപ പ്രോസസ്സിംഗ് ഫീ മാത്രമേ വരുന്നുള്ളൂ. അതർ കാൻഡിഡേറ്റ്സിന് 450, അതിൻ്റെ കൂടെ 50 പ്രോസസ്സിംഗ് ഫീസ്, ടോട്ടലായിട്ട് 500 രൂപ അതർ കാൻഡിഡേറ്റ്സിന് വരുന്നുണ്ട്. ഈ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്യത്തില്ല. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു എമൗണ്ട് തിരിച്ച് റീഫണ്ടായിട്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് വരില്ല. ഓക്കെ, അപ്പോൾ ഇത് ഫോമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് നമ്മൾ പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനെന്തൊക്കെയാണ് ഫോം ആവശ്യം, ഇപ്പോൾ OBC ആണെന്നുണ്ടെങ്കിൽ OBC നോൺ ക്രിമിലിയർ ഏത് ഫോർമാറ്റിൽ വേണമെന്നുള്ള കാര്യങ്ങളാണ് താഴെ പറയുന്നത്. സോ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അത്യാവശ്യം നല്ലൊരു പോസ്റ്റുമാണ്, നല്ലൊരു സാലറിയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. താങ്ക് യു.